VPP മുസ്തഫ, നരേന്ദ്രമോദി വന്ന് തൃശൂരിൽ ഒരു പ്രസംഗം നടത്തുന്നു. 41 മിനിറ്റ് നീണ്ട ആ പ്രസംഗത്തിലെ ഉള്ളടക്കം വെച്ചുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് കേരളത്തിലുടനീളം വിവിധ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള പരാമർശം മുതൽ ഗ്യാരണ്ടി വരെ ചർച്ചയാവുകയാണ് പല തട്ടുകളിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദി മറ്റിടങ്ങളിൽ ഇറക്കിയ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വിലപ്പോകുമോ? ശ്രീ VPP മുസ്തഫ. ഇപ്പോൾ കേരളത്തിൽ മറ്റ് സജീവമായ രാഷ്ട്രീയ വിഷയങ്ങളൊന്നുമില്ല. ഇന്നലെ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ നവകേരള സദസ്സായിരുന്നു. ആ നവകേരള സദസ്സിനെ കുറിച്ചിട്ടാണ് കേരളം മുഴുവൻ വലിയ നിലയിൽ താല്പര്യത്തോടുകൂടി അനുകൂലമായും പ്രതികൂലമായും എല്ലാമുള്ള ചർച്ചകൾ നടന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ആരായിരുന്നാലും അദ്ദേഹം വന്ന് കേരളത്തിൽ ഒരു പ്രസംഗം നടത്തിയാൽ സ്വാഭാവികമായിട്ടും അതിനകത്തെ ഉള്ളടക്കങ്ങൾ വിവാദമായി തീർന്നാൽ ചർച്ച നടക്കുമല്ലോ. ആ ചർച്ച 2-3 ദിവസം സുജയ്ക്കൊക്കെ അറിയാമല്ലോ കേരളത്തിലെ ചാനൽ ചർച്ചകളുടെ വിഷയങ്ങളുടെ ആയുസ് എത്ര ദിവസമാണ്, എത്ര മണിക്കൂറാണ് എന്നുള്ളത്. അടുത്തൊരു വിഷയം കിട്ടിയാൽ ഇത് പോകും. അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ആയുസ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിനുണ്ടാകില്ല. തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ കിടക്കുന്നു. ആ സമയത്ത് ഇതൊന്നും ആയിരിക്കില്ല, പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗമേ ആയിരിക്കില്ല കേരളത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് 10 വർഷമായിട്ട് ഭരണം പൂർത്തിയാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വിചാരണയായിരിക്കും കേരളം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ മറ്റ് സജീവമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇന്നലെയും ഇന്നുമായിട്ടൊരു ചർച്ച നടക്കുന്നു. അടുത്ത മണിക്കൂറിൽ പുതിയ വിഷയം വരുമ്പോൾ വഴിമാറിപ്പോകുന്ന ഒരു വിഷയം മാത്രമായിട്ടേ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു സ്വാധീനം, ഒരു എഫക്റ്റ് അതിനുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്. കാരണം പ്രധാനമന്ത്രിയുടെ പ്രസംഗം അങ്ങനെ വലിയ നിലയിൽ ഇന്ത്യയിലാകെ സ്വീകരിക്കപ്പെടുകയോ എല്ലായിടത്തും അതൊരു വോട്ടായി മാറുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഏറ്റവും ഒടുവിൽ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയുണ്ടല്ലോ. 5 നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ 5ഇടത്തും പ്രധാനമന്ത്രി വലിയ നിലയിൽ ക്യാമ്പയിൻ നടത്തി. അതിലാകെ 3 സംസ്ഥാനങ്ങളിലെ കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഭരണത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ പോലും സൂക്ഷ്മമായ പരിശോധനകൾ നടത്തിയാൽ പ്രധാനമന്ത്രി പോയ എല്ലാ മണ്ഡലവും ജയിച്ചോ, പ്രധാനമന്ത്രി പോയ എല്ലാ കേന്ദ്രങ്ങളിലും ജയിച്ചോ എന്നുള്ള ചോദ്യം വേറെ. പക്ഷെ തെലങ്കാനയിൽ ഏറ്റവും കൂടുതൽ റാലികൾ അദ്ദേഹം നടത്തിയ ഒരു സംസ്ഥാനമാണത്. പ്രധാനമന്ത്രി ഒറ്റയ്ക്കല്ല, അമിത്ഷായും കൂടി. എന്തായാലും ദക്ഷിണേന്ത്യയിൽ കർണാടക കൂടി കൈവിട്ട സ്ഥിതിക്ക് ദക്ഷിണേന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുടെ ഒരു നിറസാന്നിധ്യം ഉറപ്പാക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പോഴൊന്നുമല്ല, ഒരു വർഷം മുമ്പ് പ്ലാൻ ചെയ്ത് അവിടെ BJP കേന്ദ്രീകരിച്ച് വലിയ നിലയിലുള്ള ഇടപെടലുകളും പ്രചരണവും നടത്തി. പ്രധാനമന്ത്രി നേരിട്ട് ഏതാണ്ട് 30ഓളം തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തി. പക്ഷേ തെലങ്കാനയിലെ ജനത മോഡിയുടെ ഗ്യാരണ്ടിയെ സ്വീകരിച്ചില്ല. മോഡി ഗ്യാരണ്ടിയെ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിനൊരു വർഷം മുമ്പാണല്ലോ കർണാടകത്തിൽ ഇതേപോലെ മോഡി ഗ്യാരണ്ടി കാർഡും കൊണ്ട് ഇറങ്ങിയത്. അന്നും കർണാടകത്തിലെ തെരഞ്ഞെടുപ്പായിരുന്നിട്ട് പോലും പ്രധാനമന്ത്രി നടത്തിയ പല പ്രസംഗങ്ങളിലും കേരളത്തെ പോലും എത്രത്തോളം ആക്ഷേപിച്ചു എന്ന് നമുക്കറിയാമല്ലോ. ദ കേരള സ്റ്റോറി പോലെയുള്ള ഒരു വൃത്തികെട്ട സിനിമയെ പോലും പ്രധാനമന്ത്രിയാണ് കോട്ട് ചെയ്തത്. എന്നിട്ട് അതെന്തോ ഗംഭീരമാണ്, നിങ്ങളുടെ അയൽപക്കത്തുള്ള കേരളം തീവ്രവാദികളുടെ നാടാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയാണ് പ്രസംഗിച്ചത്. പക്ഷെ ആ കർണാടകം എങ്ങനെയാണ് നരേന്ദ്രമോദിയെ നിരാകരിച്ചതെന്നും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിക്ക് ഒരു വിലയും കർണാടകത്തിലെ ജനത കൊടുത്തില്ല എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ സൗത്ത് ഇന്ത്യ ഏതാണ്ട് പൂർണ്ണമായിട്ടും BJP ഇല്ലാതായല്ലോ. ആകെ ഗോവയിലും അതുപോലെ പോണ്ടിച്ചേരിയിൽ അട്ടിമറിയിലൂടെ അവിടുത്തെ ജയിച്ചു വന്ന MLA-മാരെ അട്ടിമറിച്ചു നേടിയ 2 ചെറിയ സംസ്ഥാനത്തെ ഭരണമല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, ആ വാഗ്ദാനം എന്തെങ്കിലും ഒരു പ്രഭാവം കേരളത്തിൽ ഇവിടെ ഒന്നും സാധിക്കാത്തത്, BJPക്ക് രാഷ്ട്രീയമായി വലിയ ബഹുജന പിന്തുണയുള്ള നേരത്തെ BJP ഭരിച്ച കർണാടകത്തിലോ അതുപോലെ തന്നെ തെലങ്കാനയിലോ ഒന്നും സാധിക്കാത്തത് ഒട്ടുമേ കേരളത്തിൽ സാധിക്കില്ല. കാര്യമായിട്ടൊരു വോട്ട് ഷെയർ BJPക്ക് ഇല്ലാത്ത കേരളത്തിൽ സാധിക്കില്ല എന്നുള്ളത് നല്ലതുപോലെ നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. അതുകൊണ്ട് മോഡിയുടെ പ്രസംഗം വെച്ച് എന്തെങ്കിലും വലിയ ഇളക്കമുണ്ടാക്കാം, തെരഞ്ഞെടുപ്പിലാകെ മോഡിയുടെ ഈ തൃശൂർ റാലിയാണ് വരാൻ പോകുന്നത് എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ എത്ര മണിക്കൂർ കൂടി ഇത് കൊണ്ടു നടക്കും എന്നതേ ഇനി കാണാനുള്ളൂ. ഓക്കേ.